തെക്കൻ കേരളത്തിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ ഇത്തവണ UDF-ന് കഴിഞ്ഞു. കോൺഗ്രസിന്റെ സിറ്റിംഗ് MP-യെ മാറ്റി നിർത്തിയാണ് ഇടതുമുന്നണി വിട്ടുവന്ന RSPയുടെ NK പ്രേമചന്ദ്രനെ മത്സരിപ്പിച്ചത്. 2009-ൽ പീതാംബരക്കുറുപ്പ് 17,531 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കൊല്ലത്ത് 37,649 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തെ ഞെട്ടിച്ചു. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ നിന്ന് 15,470 കുറഞ്ഞു. LDF-ലെ ബെന്നറ്റ് എബ്രഹാമിനെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് O രാജഗോപാൽ BJP-യെ 2-ാം സ്ഥാനത്തെത്തിച്ചത്. ആറ്റിങ്ങലിൽ CPM-ലെ A സമ്പത്ത് ഭൂരിപക്ഷം 4 മടങ്ങ് വർദ്ധിപ്പിച്ച് അഭിമാനകരമായ വിജയം നേടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞെങ്കിലും അത് വോട്ടാക്കാൻ കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയ്ക്ക് കഴിഞ്ഞില്ല. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ 15-ാം ലോക്സഭയിൽ ഞാൻ ഏറ്റെടുത്തുള്ള പ്രവർത്തനങ്ങൾ, ഞാൻ ചെയ്തു പൂർത്തിയാക്കിയ കാര്യങ്ങൾ, ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തിന്റെ വിഷയങ്ങളും സംസ്ഥാനത്തിന്റെ കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളും ഒരു പട്ടാളക്കാരന്റെ ജാഗ്രതയോടെ, എത്രമാത്രം കൃത്യതയോടെ, ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ അക്കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചു എന്നത് ജനങ്ങൾ വിലയിരുത്തി എന്നുള്ളതിന് എനിക്ക് ജനങ്ങളോട് അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടുമാണുള്ളത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ 1,11,206 വോട്ടിന്റെ കനത്ത ഭൂരിപക്ഷം നേടിയ കോൺഗ്രസിലെ ആന്റോ ആന്റണിയെ തളയ്ക്കാൻ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഫിലിപ്പോസ് തോമസിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയത്. വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആന്റോയുടെ ഭൂരിപക്ഷം 56,191 വോട്ട് എന്ന പകുതി സംഖ്യയിലെത്തിക്കാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. UDF-ലും കോൺഗ്രസിലും ഉണ്ടായ അപസ്വരവും നിസ്സഹകരണവും UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുന്നതിൽ പങ്കുവഹിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.